ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ പ്രതിയെ പിടികൂടുന്ന സമയത്ത് തന്നെ പ്രതിയുടെ കയ്യിൽ നിന്ന് ചെറിയ ടൂളുകളൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഏത് രീതിയിലേക്കാണ് പ്രതി അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കൂടുതലായിട്ട് വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാകേണ്ടുന്ന കാര്യങ്ങളാണ്. അത് കൂടുതലായിട്ട് പോലീസ് പിന്നീട് പരിശോധിച്ചുകൊണ്ട് ആ കാര്യത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് കൊണ്ടുവരാം. എന്തായാലും ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണിച്ചൊരു ജാഗ്രതയെ പറ്റിയിട്ട് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ജാഗ്രത എന്ന് പറയുന്നത് പോലീസിനൊപ്പം ഈ വിഷയത്തെ വളരെ കൃത്യമായ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ ജനങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ ഒരു വാച്ച്മാൻ പോലെ വളരെ കൃത്യമായ രീതിയിൽ വളരെ ജാഗ്രതയോടുകൂടി എന്റെ ഏരിയയിൽ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കണം എന്നുള്ള ജാഗ്രതയോട് കൂടിയിട്ട് പെരുമാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിന് വളരെ കൃത്യമായ രീതിയിൽ ഇൻഫർമേഷൻ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾക്ക് അതിൽ ഇൻഫർമേഷൻ നൽകിയ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകിയ 3ഓളം പേരുണ്ട്. അവരെ കൃത്യമായിട്ട് രീതിയിൽ പോലീസ് ഈ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ്. വളരെ പ്രത്യേകിച്ചും തീർച്ചയായിട്ടും ഈ ഒരു വിവരം വന്ന സമയത്ത് തന്നെ ആ ഒരു സാമൂഹിക ജാഗ്രത ഉയർത്തിയ മുഴുവൻ മാധ്യമങ്ങൾക്കും മുഴുവൻ ജനങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ബാക്കിയുള്ള തുടർന്ന് അന്വേഷണത്തിന്റെ കാര്യത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം. അത് കൂടുതലായിട്ടുള്ള അന്വേഷണം അതിനുശേഷം അയാളുടെ കയ്യിൽ വന്നതാണോ എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. കൂടുതലായിട്ട് ഈ വിഷയത്തില് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾക്ക് ശേഷം മജിസ്ട്രേറ്റിന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ബാക്കി നടപടികൾ ചെയ്യും. താങ്ക് യു. യെസ്, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജാണ് ഇപ്പോൾ മാധ്യമങ്ങളുമായി സംസാരിച്ചത്. ഗോവിന്ദസ്വാമിയെ പിടികൂടിയത് എങ്ങനെയെന്ന് അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു. മാധ്യമങ്ങളുടെ ജാഗ്രത, ഒപ്പം ജനങ്ങളുടെ സാമൂഹ്യ ജാഗ്രത, ഇതെല്ലാം ചേർന്നാണ് ഇപ്പോൾ ഗോവിന്ദസ്വാമിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് 6:30 പോലീസിന് വിവരം ലഭിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എപ്പോഴാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് എന്നുള്ളത് കൃത്യമായി ഇനി CCTV ദൃശ്യങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജയിൽ അധികൃതർ പോലീസിന് വിവരം നൽകാൻ വൈകിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. വൈകിയിട്ടില്ല എന്നാണ് നേരത്തെ പോലീസ് കമ്മീഷണർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സഹായം ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. എന്നാൽ ജയിലഴികൾ മുറിക്കാനുള്ള ടൂളുകൾ ഇയാളുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പോലീസ് പറയുന്നുണ്ട്. അതായത് വളരെ നേരത്തെ തന്നെ ഗോവിന്ദസ്വാമി ജയിൽ ചാടാനുള്ള ശ്രമങ്ങൾ, തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്നുള്ളതിന്റെ സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം സൂചിപ്പിക്കുന്നത് ജയിൽ അധികൃതരുടെ ഭാഗത്തുണ്ടായ വലിയ വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഗോവിന്ദസ്വാമിയെ പോലുള്ള ഒരു കൊടും കുറ്റവാളി ദിവസങ്ങളായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും പോലീസിന് ഈ ഒരു അവസരത്തിൽ ഇൻഫർമേഷൻ ഇല്ല. അത് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യം. അതൊക്കെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പറയേണ്ടുന്ന കാര്യങ്ങളാണ്. അത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലേക്കുള്ള വീഴ്ചകൾ ഇതിലുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പിന്നീട് പറയേണ്ടത്. ഏകദേശം 20 ദിവസത്തിന് മുകളിലുള്ള തയ്യാറെടുപ്പായിട്ടാണ് നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത്. ബാക്കി കാര്യങ്ങൾ കൂടുതലായിട്ടുള്ള അതിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു കമന്റ് പറയുന്നില്ല. അത് കൂടുതലായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ട കാര്യം. ഈ പ്രതി ജയിലിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരം അതുമായി ബന്ധപ്പെട്ട് ബാക്കി തുടർന്നുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പോലീസ് കമ്മീഷണർ തന്നെയാണ് വീണ്ടും ഇപ്പോൾ മാധ്യമങ്ങളുമായി സംസാരിച്ചത്.